64% ഒക്കെ റിട്ടേൺ ഉള്ള കൊള്ളാലോ പരിപാടി. അപ്പം നമ്മൾ വിചാരിക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രമാണ്. മ്യൂച്വൽ ഫണ്ട്സിലെ സെബി നമ്മളടുത്ത് ഒത്തിരി റെഗുലേറ്ററി പാർട്സ് പറയുന്നുണ്ട്. മാർക്കറ്റിൽ നമ്മൾ ഒരിക്കലും പെർസെൻറ്റേജ് റിട്ടേൺ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, കസ്റ്റമറെ നമ്മൾ ഓവർബോം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ ഇത് അവിടെ ബാങ്കിൽ പല എൻഎഫ്ഒസും പല ബാറുകളും ക്ലോസ് ചെയ്തിട്ടില്ല. അത് ഞാൻ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞത്. അന്ന് തന്നെ ഒരു വൺ ഓഫ് ദി ഏജൻസി ഒരു ലാൻഡ് ഫണ്ട് കൊണ്ട് എൻഎഫ്ഒ വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ആ ഫണ്ട് ഓഫീസിൽ 20-25 lakhs എൻ്റെ ഒരു അൾട്രാ ഷോർട്ട് ഫണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സാറേ അത് മതി, ഞാൻ പറഞ്ഞാൽ ഞാൻ മാറ്റത്തില്ല. കാര്യം നിങ്ങൾ മൾട്ടി അസറ്റ് കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ മാറ്റുമായിരുന്നു, ഈ ഫണ്ട് ഞാൻ മാറ്റി തരുന്നു പറഞ്ഞത്. അപ്പൊ അതൊരു ഓരോ സർക്കംസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്, റോങ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസ്ക്കൽ പ്രൂഡൻസ് എന്ന് പറയും, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു അലാർമിംഗ് സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മളുടെ എക്കണോമിയിൽ ഫിസ്ക്കൽ പ്രൂഡൻസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ കുറവാണ് ഇപ്പൊ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓവറോൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇൻഫ്ലേഷൻ ഈസ് ഓൾ ടൈം ലോ. അപ്പം ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ബേസിക് ഒരു ഓവറോൾ മാർക്കറ്റ് ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എനിത്തിങ് റിലേറ്റഡ് ടു ദി ബഡ്ജറ്റ് ഓർ എനിത്തിങ് റിലേറ്റഡ് ടു മാർക്കറ്റ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇഫ് എനി ക്ലാരിറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ ആയോ? എല്ലാം ഓക്കെ ആണോ? ഇല്ല, ഒരു ചേഞ്ചസും ഇല്ല. മ്യൂച്വൽ ഫണ്ട് ടാക്സസ് ആകെ ആ ഡെറിവേറ്റീവിന്റെ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ബ്രോഡ്ലി നമുക്ക് അത് വലിയ എഫക്ട് ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു 0.02% ഒരു വ്യത്യാസം. അതും കൺട്രോൾഡ് ആണ്. കാരണം പല എൻഎഫ്ഒസും പല ബാറുകളും ക്ലോസ് ചെയ്തിട്ടില്ല. അത് ഞാൻ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞത്. അന്ന് തന്നെ ഒരു വൺ ഓഫ് ദി ഏജൻസി ഒരു ലാൻഡ് ഫണ്ട് കൊണ്ട് എൻഎഫ്ഒ വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നപ്പോൾ ആ ഫണ്ട് ഓഫീസിൽ 20-25 lakhs എൻ്റെ ഒരു അൾട്രാ ഷോർട്ട് ഫണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ സാറേ അത് മതി, ഞാൻ പറഞ്ഞാൽ ഞാൻ മാറ്റത്തില്ല. കാര്യം നിങ്ങൾ മൾട്ടി അസറ്റ് കൊണ്ടുവരുന്നെങ്കിൽ ഞാൻ മാറ്റുമായിരുന്നു, ഈ ഫണ്ട് ഞാൻ മാറ്റി തരുന്നു പറഞ്ഞത്. അപ്പൊ അതൊരു ഓരോ സർക്കംസ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞത്, റോങ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസ്ക്കൽ പ്രൂഡൻസ് എന്ന് പറയും, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു അലാർമിംഗ് സിറ്റുവേഷൻ ആണ്. പക്ഷെ നമ്മളുടെ എക്കണോമിയിൽ ഫിസ്ക്കൽ പ്രൂഡൻസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ കുറവാണ് ഇപ്പൊ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓവറോൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇൻഫ്ലേഷൻ ഈസ് ഓൾ ടൈം ലോ. അപ്പം ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് നമ്മൾ ബേസിക് ഒരു ഓവറോൾ മാർക്കറ്റ് ബഡ്ജറ്റിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എനിത്തിങ് റിലേറ്റഡ് ടു ദി ബഡ്ജറ്റ് ഓർ എനിത്തിങ് റിലേറ്റഡ് ടു മാർക്കറ്റ് ഓപ്പൺ ഫോർ ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇഫ് എനി ക്ലാരിറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. ക്ലിയർ ആയോ?
എല്ലാം ഓക്കെ ആവും. ഇല്ല, ഒരു ചേഞ്ചസും ഇല്ല. മ്യൂച്വൽ ഫണ്ട് ടാക്സസ് ആകെ ആ ഡെറിവേറ്റീവിന്റെ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ബ്രോഡ്ലി നമുക്ക് അത് വലിയ എഫക്റ്റ് ഒന്നും വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു 0.02% ഒരു വ്യത്യാസം. അതും കൺട്രോൾഡ് ആണ്. കാരണം